4 സംസ്ഥാനങ്ങളും ഒരു കേന്ദ്രഭരണ പ്രദേശവും വിധി എഴുതാൻ പോവുകയാണ്. കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, ആസാം എന്നീ സംസ്ഥാനങ്ങളും പുതുച്ചേരി എന്ന കേന്ദ്രഭരണ പ്രദേശവുമാണ് വിധി എഴുതുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു തിരിച്ചുവരവിന്റെ കാഹളം മുഴക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് എന്നതിൽ തർക്കമില്ല. ആസാമും അതോടൊപ്പം തന്നെ കേരളവും കോൺഗ്രസ് ഏറെ പ്രതീക്ഷയർപ്പിക്കുന്ന സംസ്ഥാനമാണ്. പശ്ചിമ ബംഗാളിൽ ഇത്തവണ ഒരു കറുത്ത കുതിരയാകാനാണ് കോൺഗ്രസിന്റെ ശ്രമം. എന്നാൽ പുതുച്ചേരിയിൽ ഒറ്റയ്ക്ക് ഭരണം നേടുമെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. തമിഴ്നാട്ടിൽ DMK സഖ്യത്തിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. ഓരോ സംസ്ഥാനങ്ങളും എടുത്തു പരിശോധിക്കുമ്പോൾ 126 നിയമസഭാ മണ്ഡലങ്ങളുള്ള ആസാമിൽ 100 സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. 26 സീറ്റുകൾ മറ്റു ചെറു രാഷ്ട്രീയ പാർട്ടികൾക്കും ഇടതു പാർട്ടികൾക്കും അടക്കം കോൺഗ്രസ് ഇത്തവണ വിട്ടു നൽകിയിട്ടുണ്ട്. PCC അധ്യക്ഷനും ലോക്സഭാ MP-യും മുൻ മുഖ്യമന്ത്രി തരുൺ ഗൊഗോയുടെ മകനുമായ ഗൗരവ് ഗൊഗോയ് തന്നെയാണ് കോൺഗ്രസിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. ആസാമിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സുന്ദരിയാണ് ആസാം. ഇന്ത്യയുടെ വടക്കുകിഴക്കൻ മലമടക്കുകളിൽ സുന്ദരമായ ഒരു ഭൂപ്രദേശം. രാജ്യത്ത് ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കൂടിയാണ് ആസാം. ആസാം തരുൺ ഗൊഗോയ് എന്ന കോൺഗ്രസ് മുഖ്യമന്ത്രി അടക്കമുള്ള കോൺഗ്രസുകാർ ഏറെക്കാലം അടക്കി ഭരിച്ച ആസാമിന്റെ മണ്ണിൽ ജാതിയുടെയും മതത്തിന്റെയും വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും പേര് പറഞ്ഞ അവരെ തമ്മിലടിപ്പിച്ച അതിൽ രാഷ്ട്രീയ നേട്ടം കൊയ്യുന്ന ഹിമന്ത ബിശ്വ ശർമ്മ എന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഇന്ന് ആസാം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. വർഗീയതയുടെ വിഷം തുപ്പുക മാത്രമല്ല, വർഗീയതയുടെ വിഷലിപ്തമായ മാരക പോയ്സൺ ആളുകളുടെ മസ്തിഷ്കത്തിനകത്തിലേക്ക് യാതൊരു മടിയുമില്ലാതെ കുത്തിവെക്കാൻ മടി കാണിക്കാത്ത മുഖ്യമന്ത്രിയാണ് ഹിമന്ത ബിശ്വ ശർമ്മ. ആ ഹിമന്ത ബിശ്വ ശർമ്മയുടെ വർഗീയ വിദ്വേഷ പ്രചാരണത്തെ എതിർത്തു തോൽപ്പിച്ച് മുന്നോട്ട് പോവുകയാണ് കോൺഗ്രസ്. ആസാമിൽ ഇത്തവണ ഭരണമാറ്റത്തിന്റെ കാഹളം മുഴങ്ങും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ നിലവിലെ മന്ത്രിസഭയിലെ മന്ത്രിമാർ അടക്കമുള്ളവർ കോൺഗ്രസ് പാളയത്തിലേക്ക് കടന്നു വരികയാണ്. ആസാമിന്റെ ഗ്രാമനഗര വ്യത്യാസമില്ലാതെ ഗൗരവ് ഗൊഗോയ് നടത്തിയ പദയാത്രയിൽ ഉൾപ്പെടെ ആയിരങ്ങളാണ് അണിനിരന്നിട്ടുള്ളത്. ആസാമിന്റെ മണ്ണിൽ വർഗീയതയുടെ വിത്തുപാകി അശാന്തിയുടെ കാറ്റ് വിതക്കുന്ന ആളുകൾക്ക് ഇനി ആസാമിന്റെ മലമടക്കുകളിൽ സ്ഥാനമില്ല എന്ന ഈ തെരഞ്ഞെടുപ്പോടുകൂടി പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് കോൺഗ്രസ് ക്യാമ്പിന്റെ അവകാശവാദം. DK ശിവകുമാർ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ ചാണക്യതന്ത്രം മനയുന്ന നേതാക്കന്മാർ ആസാമിന്റെ മണ്ണിൽ പര്യടനത്തിനായി എത്തിയിട്ടുണ്ട്. മറ്റൊരു സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. പശ്ചിമ ബംഗാൾ നമുക്കറിയാം, മമതാ ബാനർജി എന്ന തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവ് അടക്കി ഭരിക്കുന്ന സംസ്ഥാനം. 35 വർഷക്കാലം ബംഗാൾ CPM ഭരിച്ചപ്പോൾ ചെയ്തതെന്താണോ അത് തന്നെയാണ് മമതയും ആവർത്തിക്കുന്നത്. ഒരു തികഞ്ഞ ഏകാധിപതിയായി ജനാധിപത്യ ശബ്ദങ്ങളെ അടിച്ചമർത്തി മുന്നോട്ട് പോകുന്ന മമതാ ബാനർജിക്കെതിരെ കൃത്യമായ മത്സരരംഗത്തിറങ്ങാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഈ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് പശ്ചിമ ബംഗാളിൽ അധികാരത്തിൽ വരുമെന്നൊന്നും കോൺഗ്രസ് പറയുന്നില്ല. എന്നാൽ പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിക്കെതിരെ ശക്തമായ പ്രതിപക്ഷമാകാൻ, അല്ലെങ്കിൽ ഏകാധിപതികൾക്കെതിരായ ശക്തമായ പ്രതിഷേധത്തിന്റെ സ്വരമുയർത്തി അവിടെ ജനാധിപത്യത്തിന്റെ പുതുവെളിച്ചം വിടർത്താൻ കോൺഗ്രസിന് കഴിയുമെന്നാണ് കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നത്. ആവനാഴിയിലെ അസ്ത്രങ്ങളെല്ലാം പുറത്തെടുത്ത കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ ബംഗാളിന്റെ നഷ്ടപ്പെട്ട വങ്കനാടിന്റെ നഷ്ടമായ ജനാധിപത്യവും മതേതരത്വവും വീണ്ടെടുക്കാനുള്ള പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. മറ്റൊന്ന് തമിഴ്നാടാണ്. തമിഴ്നാട് നമുക്കറിയാം, കാമരാജിന് ശേഷം ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി തമിഴ്നാട് ഭരിച്ചിട്ടില്ല. തമിഴ്നാടിന്റെ മണ്ണിൽ, ദ്രാവിഡ മണ്ണിൽ ഇത്തവണ വിസ്മയം തീർക്കാനാണ് കോൺഗ്രസ് മത്സരരംഗത്തിറങ്ങിയിരിക്കുന്നത്. DMK-യോട് വിലപേശി ഞങ്ങൾ പറയുന്ന സീറ്റ് തന്നില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനും, വേണ്ടി വന്നാൽ തമിഴ് സൂപ്പർ സ്റ്റാർ വിജയുടെ കൂടി ഒരു സഖ്യകക്ഷിയെ മത്സരിക്കാനും തങ്ങൾക്ക് മടിയില്ല എന്ന് പറഞ്ഞതോടെ DMK കോൺഗ്രസിന് മുന്നിൽ മുട്ടുമടക്കുകയും കോൺഗ്രസ് ആവശ്യപ്പെട്ട സീറ്റ് നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ദ്രാവിഡ മണ്ണിൽ വലിയൊരു പോരാട്ടം നടക്കുമ്പോൾ ഇത്തവണയും DMK കോൺഗ്രസ് സഖ്യം അധികാരത്തിലേക്ക് തിരിച്ചു വരുമെന്നാണ് എല്ലാവരും പറയുന്നത്. നമുക്ക് തമിഴ് രാഷ്ട്രീയത്തിൽ ഇത്തവണ AIADMK-ക്ക് പുറമെ TVK കൂടി കളം നിറങ്ങിയതോടുകൂടി ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് നടക്കുന്നത്. ആര് വാഴും ആര് വീഴുമെന്നറിയാൻ മെയ് 4 വരെ കാത്തിരിക്കാം. പുതുച്ചേരി കോൺഗ്രസിന് എതിരാളികളില്ലാതെ ഇത്തവണ അധികാരത്തിലേക്ക് തിരിച്ചു വരാനിരിക്കുകയാണ്. എതിരാളികളില്ലാതെ കോൺഗ്രസ് പുതുച്ചേരിയിൽ അധികാരത്തിലെ പാന്താവിലേക്ക് തിരിച്ചു വരുമെന്ന് ഉറപ്പാണ്. മറ്റൊന്ന് നമ്മുടെ കേരളമാണ്. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും നേർക്കുനേർ മത്സരിക്കുകയാണ്. 140 മണ്ഡലങ്ങളിൽ കോൺഗ്രസും മുസ്ലിം ലീഗും അടക്കമുള്ള UDF സംവിധാനം മത്സരിക്കുമ്പോൾ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം
ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി സംസ്ഥാനത്ത് അധികാരത്തിൽ വരുമെന്ന ശുഭാപ്തി വിശ്വാസമാണ് കോൺഗ്രസ് പങ്കുവെക്കുന്നത്. എന്തായാലും 4 സംസ്ഥാനങ്ങളും ഒരു കേന്ദ്രഭരണ പ്രദേശവും വിധിയെഴുതുമ്പോൾ 2 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തും കോൺഗ്രസ് ഭരണം ഉറപ്പിച്ചു കഴിഞ്ഞു. പശ്ചിമ ബംഗാളിലും അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലും ഭരണത്തിൽ ഏറാൻ കഴിയും, അല്ലെങ്കിൽ ഭരണത്തിൽ പങ്കാളികളാകാൻ കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസമാണ് കോൺഗ്രസ് ക്യാമ്പ് പങ്കുവെക്കുന്നത്. ദേശീയ നേതാക്കന്മാർ അടക്കമുള്ളവർ കളം നിറങ്ങിയ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ചാണക്യതന്ത്രം എത്രത്തോളം ഫലിച്ചു, ബി ജെ പിയുടെ താമര വാടിക്കരിയുമെന്നറിയാൻ നമുക്ക് മെയ് 4 വരെ കാത്തിരിക്കാം.